ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹായ്, ഹലോ, ടെക് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി പുതിയ ജോബ് ഓപ്പണിങ്സിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നല്ലൊരു ജോബിന്റെ വാക്കൻസിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നല്ല, സൂപ്പർവൈസർ ജോബാണ്. സൂപ്പർവൈസറായിട്ട് ജോബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പവർ ഗ്രിഡിൽ ഒത്തിരി വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്ലോമ മാത്രം മതി. അതല്ലാതെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഒന്നും ഇവർ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, എന്തൊക്കെയാണ് കിട്ടുന്ന മറ്റുള്ള ബെനിഫിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വേക്കൻസി പവർ ഗ്രിഡിൽ 28 ഫീൽഡ് സൂപ്പർവൈസേഴ്സിന് ആവശ്യമുണ്ട്. കേന്ദ്ര പൊതുമേഖല സ്ഥാപനമായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. www.powergrid.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ട്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു ഓപ്പണിങ്സ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് സേഫ്റ്റി സൂപ്പർവൈസേഴ്സിനെയാണ് ഇവർക്ക് ആവശ്യം. 28 ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്, അതായത് കോൺട്രാക്ട് ബേസിസിലാണ് ഇവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ ബേസിസിൽ 2 വർഷത്തേക്കാണ് ഇവർ ആ ഒരു കോൺട്രാക്ട് തരുന്നത്. പിന്നെ പരമാവധി 5 വർഷത്തേക്ക് വരെ ഈ ഒരു ജോബിൻ്റെ ആ ഒരു കാലാവധി നീട്ടി കിട്ടാനും ചാൻസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ശമ്പളം വന്നിട്ട് 23,000 രൂപയാണ് മന്ത്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ മറ്റുള്ള എലവൻസും ഇവർ നമുക്ക് തരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു പോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 28 വാക്കൻസീസ് ഉണ്ട്. അതിൽ ഓരോരോ കാസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാറ്റഗറി അനുസരിച്ചിട്ടുള്ള വാക്കൻസീസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 23,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ബേസിക് പേ എന്ന് ഉദ്ദേശിക്കുന്നത് 23,000 രൂപയാണ് മന്ത്ലി ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രീമിലൊക്കെ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, പവർ എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ, മെക്കാനിക്കൽ, ഫയർ ടെക്നോളജി, സേഫ്റ്റി, ഇത്രയൊക്കെ എന്താ പറയുക, ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഡിപ്ലോമ എടുത്തിരിക്കുന്ന ആളായിരിക്കണം. മിനിമം 55% മാർക്ക് മാത്രം മതി. ഉയർന്ന ഡിഗ്രി ഇവർ പരിഗണിക്കുന്നതല്ല. അതായത് ബിടെക്, എംടെക് അങ്ങനത്തെ ഉയർന്ന ഡിഗ്രി ഒന്നും ഇവർ പരിഗണിക്കുന്നില്ല കേട്ടോ. ME, BE അതൊന്നും എടുക്കത്തില്ല. അല്ലാതെ ഡിപ്ലോമ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ വർക്ക് സൈറ്റിലൊക്കെ അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മിനിമം 1 വർഷം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് മതി. അവർക്കൊക്കെ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 300 രൂപ ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. വയസ്സ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 29 വയസ്സിന് കവിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 29 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവരുടെ ഈ ഒരു സൈറ്റ് ഞാനിവിടെ വെച്ചേക്കാം. www.powergrid.in എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. ജസ്റ്റ് ആ ഒരു സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മുകളിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അഡ്വർടൈസ്മെൻറ്റും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് സാധാരണ പോലെ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. മാർച്ച് 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുൻപ് ഇതിന് യോഗ്യതപ്പെട്ട എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും ഇൻ്റർവ്യൂ പ്രൊസീജിയറൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ ഓപ്പണിങ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.